ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ ആദ്യം കുഞ്ഞിന് എന്താ കൊടുക്കുക? ഭക്ഷണമാണോ കൊടുക്കുക, വിഷമാണോ കൊടുക്കുക? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിഷമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം നാവിൻ തുമ്പത്ത് തൊടുന്ന പാൽപ്പൊടി മുതൽ ബിസ്ക്കറ്റ് വരെ, ഇൻസ്റ്റന്റ് ഫുഡ് മുതൽ ചിപ്സ് വരെ എല്ലാം മായമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് ശരിക്കും ഇൻഗ്രീഡിയൻസ് നോക്കാറുണ്ട്? പേഴ്സണലി ഞാൻ ഇൻഗ്രീഡിയൻസ് നോക്കാറുണ്ട്. ഇപ്പം ഞാനൊരു ചോക്ലേറ്റ് വാങ്ങുകയാണെങ്കിൽ ഞാൻ ലിൻഡിറ്റിൻ്റെ ചോക്ലേറ്റ് മാത്രമേ വാങ്ങാറുള്ളൂ. അത് എന്തുകൊണ്ടാ വെച്ചാൽ അതിൽ മാത്രം 98% ചോക്ലേറ്റ് ഉള്ളൂ. അതിൻ്റെ രുചി അടക്കം ശരിക്കും കയപ്പാണ്, അല്ലാണ്ട് ഇവിടുത്തെ പോലെ മധുരമല്ല. കാരണം ചോക്ലേറ്റിൻ്റെ കയപ്പാണ്, അത് ഇമ്പോർട്ടഡും ആണ്. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് വീറ്റ് ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ വീറ്റ് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. കാരണം വീറ്റ് എന്ന് എഴുതിയത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വീറ്റ് ഫ്ലോർ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. വീറ്റ് ഫ്ലോർ പറഞ്ഞാൽ വീറ്റിൽ നിന്ന് എടുത്തത്, അതായത് മൈദയും കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഈ മൈദ ബിസ്ക്കറ്റാണ് ശരിക്കും കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്. ഇതിനൊരു അറുതിയില്ലേ? വെളിയിലൊക്കെ നല്ല ബ്രാൻഡ് തന്നെയായിരിക്കും, പക്ഷെ ഉള്ളിലോ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയണ്ടോ? ഇൻഗ്രീഡിയൻസ് ആരും വായിക്കാറും കൂടിയില്ല, ഡേറ്റും കൂടി നമ്മൾ അധികം നോക്കാറില്ല. പക്ഷെ അതിനെല്ലാം അറുതി വരുത്താൻ പോവാണ് സുപ്രീം കോടതി. അതിന് അറുതിയും വരുത്തിയിട്ടുമുണ്ട്. സുപ്രീം കോടതി എന്തായാലും പ്രൊഡക്റ്റുകളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ മുന്നിൽ ഇനി എപ്പോഴും ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മുന്നിൽ എഴുതണം, അല്ലാതെ നിങ്ങൾ പിറകിൽ എഴുതരുത് എന്നൊരു നിയമം എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ പ്രാബല്യത്തിൽ വരുന്ന പറയുന്നത്. അപ്പോൾ ഈ 2 ആഴ്ചക്ക് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു പാക്കറ്റ് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിൽ ഇൻഗ്രീഡിയൻസ് പിറകിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കണം, അത് ഡേറ്റ് കഴിഞ്ഞ ഒരു സാധനമാണ് എന്നത്. അത് തന്നെയാണ് ഇന്നത്തെ ന്യൂസിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂസും. അതായത് കുട്ടികളുടെ ആരോഗ്യം പ്രധാനമാണ്, ചേരുവ മുന്നറിയിപ്പ് പാക്കറ്റിന് മുന്നിൽ വേണം എന്നൊരു വാണിംഗ് ഇതാണ്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഇനി പിറകിലല്ല മുന്നിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ സുപ്രീം കോടതി കുറച്ച് ചോദ്യങ്ങൾ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾക്ക് എന്താ വിലയില്ല? അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യത്തിൽ എന്തിനാണ് വിഷം കൊടുത്ത് കൊല്ലുന്നത്? കോർപ്പറേറ്റിന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങുകയാണോ അതോ ലാഭം മാത്രം കൊടുക്കുകയാണോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ഇപ്പൊ മാൾബോറോ സിഗരറ്റ്, ഈ സിഗരറ്റിന്റെ 3rd ക്വാളിറ്റി മാത്രമാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കാനഡയിലോ അമേരിക്കയിലോ പോകണം, അല്ലെങ്കിൽ ജപ്പാനിൽ പോകണം, ചൈനയിൽ പോകണം. ബാക്കി മിക്ക മെയിൻ സ്ഥാനത്തും ഇവിടെ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ആ ഫസ്റ്റ് ക്വാളിറ്റി വിൽക്കണതിന്റെ പുറത്ത് അവർ എഴുതിയിട്ടുണ്ട് ഇത് വലിക്കരുത്, ഇത് ക്യാൻസറിന് കാരണമാകാന്നുള്ളത്. പക്ഷെ ഇന്ത്യയിലുള്ള 3rd ക്വാളിറ്റിയിലും കൂടി അത് എഴുതാറില്ല. എന്തും കൊണ്ട്? അത് കാരണം ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അടുത്തൊരു ന്യൂസ് എന്താ വെച്ചാൽ ഇവിടെ ഒരു ജാതി പ്രശ്നം ഉണ്ട്. മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ ഒരു റാലി നടത്തിയിത്ര. ഈ റാലിക്ക് ശേഷം അവിടെ ശുദ്ധികലശം നടത്തിയിത്ര. അപ്പൊ മല്ലികാർജുന് അത് വിഷമായി എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു ദളിതനായതും കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആൾക്ക് പേഴ്സണലി ഇത് ആളുടെ ഒരു മൈലേജിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവാം. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ മല്ലികാർജുൻ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ പൊളിറ്റീഷ്യന്മാരാണ്, ഇവർ ഇതെല്ലാം ഇതിൽ അപ്പുറവും ചെയ്യുന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസാണ് പേപ്പറിൽ മൊത്തം കൊടുത്തിരിക്കുന്നത്. ഖാർഗെ പങ്കെടുത്ത വേദിക്ക് ശുദ്ധി കലശം. അദ്ദേഹം പോയതിനു ശേഷം ശുദ്ധി കലശം പൂവൊക്കെ ഇട്ട് ശുദ്ധി കലശം നടത്തിയിട്ട് ചാണകമൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഡൽഹിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ എന്തായാലും മന്ത്രിസഭ രാജ്യസഭയിൽ കൂടിയല്ലോ. അമിത്ഷായും നരേന്ദ്രമോദിയും വരികയും ചെയ്തു. അന്ന് ഒന്നും മിണ്ടിയുമില്ല. 4 മിനിറ്റും കൊണ്ട് അവര് വന്ന് ഇരുന്ന് മിണ്ടാണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. അതിന്റെ ഇടയിലാണ് മല്ലികാർജുൻ ഈ കാര്യം പറഞ്ഞതെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു മെയിൻ ന്യൂസ് എന്താ വെച്ചാൽ ഓണാവാറായി, സാധനങ്ങൾക്കൊക്കെ നല്ല വിലയായി. എന്തായാലും അരിക്കും വില കൂടി തുടങ്ങി. 85 രൂപ വരെ എന്തായാലും മട്ടരിയൊക്കെ പോയി എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയൊന്നും പോയിട്ടില്ല. കടയിൽ എന്തായാലും എപ്പോഴും മട്ടരിക്കൊക്കെ 52, 53, 55 രൂപയിൽ തന്നെ നിൽക്കണം. ഞാൻ പോയി വാങ്ങിയതാണ്. തേങ്ങയ്ക്കും അത്ര വിലയായിട്ടില്ല. നിങ്ങൾ വാങ്ങുമ്പോൾ എന്തായാലും 70 രൂപയാവും. പക്ഷെ കൊടുത്തപ്പോൾ എനിക്ക് എന്തായാലും 55 രൂപയ്ക്ക് എന്തായാലും തേങ്ങ കൊടുക്കാൻ പറ്റി. ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഞാൻ കൊടുത്തത്. എന്തായാലും റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ 70 രൂപയാവും. അത് വേറെ വിഷയം. അപ്പോൾ സപ്ലൈകോയിൽ എന്തായാലും നിങ്ങൾക്ക് വില കമ്മിയിൽ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സപ്ലൈകോയിൽ സ്വാഗതം എന്നുള്ള ന്യൂസൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കീശ കീറാതെ സദ്യക്ക് സാധനങ്ങൾ വാങ്ങാം എന്നാണ് പറയുന്നത്. സപ്ലൈകോയിൽ ഒരുപാട് കമ്മിയായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് സബ്സിഡി അരി എന്തായാലും വില കമ്മിയായിട്ട് തന്നെ കിട്ടും. അതൊരു 25 രൂപയ്ക്ക് എന്തായാലും കിലോ നിങ്ങൾക്ക് സബ്സിഡി അരി കിട്ടും. കുറുവ അരി ആയിരിക്കും മിക്കപ്പോഴും സാധാരണ സപ്ലൈകോയിൽ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കത് ധൈര്യത്തിൽ എന്തായാലും വാങ്ങാം. എന്തായാലും 1 കിലോ മുളകിന് സപ്ലൈകോയിൽ 136 രൂപയുള്ളൂ. കടയിലാണെങ്കിൽ ഇപ്പോൾ 180 രൂപയ്ക്ക് അടുത്തൊക്കെ എന്തായാലും പോയിട്ടുണ്ട്. ചെറുപയറിന് 85 രൂപയുള്ളൂ, ഉഴുന്നിന് 87 രൂപ, കടലയ്ക്ക് 63 രൂപ. അത് വെള്ളക്കടലയാണോ അതോ
കറുപ്പാണോ എന്നുള്ളത് എന്തായാലും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാത്തിനും വില കമ്മിയാണ്. വെളിച്ചെണ്ണയാണ് ഏറ്റവും പ്രധാനം, 240 രൂപയുള്ളൂ. എന്തായാലും സാധാരണ കടയിൽ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം 320 രൂപയായി. എത്രയോ കമ്മിയിലാണ് എന്തായാലും സപ്ലൈകോയിൽ കൊടുത്തിരിക്കുന്നത്. ജയ അരിക്ക് 33 രൂപയുള്ളൂ. ഇത്രയും വില കമ്മിയിൽ എന്തായാലും എവിടുന്ന് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. മട്ടരിക്ക് 33 ഉള്ളൂ, പുഴുക്കലരിക്ക് 27 രൂപയുള്ളൂ. അതായത് പച്ചരി. അതുകൊണ്ട് ദോശ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു ടൈം തന്നെയായിരിക്കും. പച്ചരി എന്തായാലും റേഷൻ കടയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ വെറുതെ കൊടുക്കുന്നുണ്ട്. 2 രൂപയ്ക്കും പച്ചരി ഇപ്പോൾ എന്തായാലും ചുവന്ന കാർഡിന് കൊടുക്കുന്നുണ്ട്. വെള്ളക്കാർഡിന് സ്പെഷ്യൽ അരി 10 കിലോ പച്ചരി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതുമാണ്. അടുത്തൊരു ന്യൂസ് എന്താ വെച്ചാൽ ഇന്ന് സൂര്യയും മമിത ബൈജുവും കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന വസന്തന്റെ റിലീസ് ആവാൻ പോകണം. വെങ്കട്ടേറിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, ലക്കി ഭാസ്കറാണ് അദ്ദേഹം ഇതിനു മുമ്പ് സംവിധാനം ചെയ്ത സിനിമ. അപ്പോൾ എന്തായാലും 2 വർഷത്തിന് ശേഷമാണ് വീണ്ടും അടുത്തൊരു സിനിമ വരുന്നത്. അപ്പോൾ ന്യൂസ് എന്താ വെച്ചാൽ റിലീസിന് മുമ്പ് തന്നെ 95 കോടി രൂപ ലാഭം ഈ സിനിമയ്ക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ കറുപ്പ് 350 കോടി എന്തായാലും സൂര്യ കളക്ഷൻ നേടിയതുമാണല്ലോ. അതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു മാർക്കറ്റ് എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ട്. പേഴ്സണലി എനിക്ക് ഈ സിനിമ നല്ല പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ 90s കിഡ്സും ജെൻസി കുട്ടിയും തമ്മിലുള്ള ഒരു വിവാഹത്തിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞ സൈക്കോളജിക്കലി ഇത് പറയുന്നത്. 90s കിഡ്സ് നല്ല ഹൈലി മെച്ചോർഡ് ആയിരിക്കും, ജെൻസി ആണെങ്കിൽ അത് കുറച്ച് ഹൈലി മെച്ചോർഡ് ആയിരിക്കുമില്ല. ആ ഒരു രീതിയിലുള്ള കഥ പറച്ചിലാണ് ഈ സിനിമയിൽ എന്തായാലും ഉണ്ടാവുന്നത്. എന്തായാലും ഇന്ന് റിലീസാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതുപോലെ ശ്രീദേവിയുടെ ബയോപിക് എന്തായാലും വരാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അടുത്തൊരു ന്യൂസ് പറയുന്നത്. ദ ഡിഫെൻസീവ് ബയോഗ്രഫി ഓഫ് ശ്രീദേവി പുറത്തിറങ്ങും എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററി ആണ്. ശ്രീദേവി ഓർത്തിട്ട് എനിക്ക് പേഴ്സണലി ഒരു സഹതാപം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, വിജയ് അഭിനയിച്ച പുലി പറഞ്ഞ സിനിമയുണ്ടല്ലോ, അതിൽ എന്തായാലും വില്ലത്തിയായിട്ട് അഭിനയിച്ച ശ്രീദേവി ആണല്ലോ. അപ്പോൾ ബാഹുബലിയിലെ ക്യാരക്ടർ അവർ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ പുലിയിൽ വന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവർക്ക് നല്ല ഖേദം ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് കരിയറിലെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ശ്രീദേവിക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ആ ഒരു ഭാഗ്യം ശ്രീദേവിക്ക് ഇല്ലാതെ പോയത് വലിയൊരു വിഷമമായിരുന്നു. പിന്നെ അടുത്തൊരു ന്യൂസ് എന്താ വെച്ചാൽ, വീട് വെക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ എന്തായാലും കേന്ദ്രം കൊടുക്കണ പരിപാടി നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്രം 2 ലക്ഷം രൂപയും അതുപോലെ തന്നെ 2 ലക്ഷം രൂപ കേരള സർക്കാരും കൊടുക്കുന്ന പദ്ധതിയാണല്ലോ. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 4 ലക്ഷം രൂപ ആദ്യം തരും, അത് തറകെട്ടി കാണിച്ച ബാക്കി രൂപ തരും. അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലാണല്ലോ അത് പോകണ്ടായിരുന്നത്. പക്ഷെ ഇനി 4 ലക്ഷം കിട്ടിയ അതിനൊരു വിഹിതം നിങ്ങൾ എന്തായാലും ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 50,000 രൂപ നിങ്ങൾ എന്തായാലും തിരിച്ചു കൊടുക്കണം. ഇതിലും ഭേദം തരാണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം സർക്കാരിന് കടം കൂടിയതും കൊണ്ടത്ര ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ന്യൂസ് എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ എല്ലാ പേപ്പറിലും ഫ്രണ്ട് പേജിലും മൈജീൻ്റെ പരസ്യമായിരുന്നു. പക്ഷേ ഇന്ന് വ്യത്യാസമുണ്ട്. ഇന്ന് ഒരു പേപ്പറിൽ ഓക്സിജൻ്റെ, ഒരു പേപ്പറിൽ നന്ദിലത്തിൻ്റെ, ഒരു പേപ്പറിൽ മയൂരേൻ്റെ ഒക്കെയാണ് പരസ്യം കൊടുത്തിരിക്കുന്നത്. മനോരമ പിന്നെ തുടക്കത്തിൽ പരസ്യം അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ സാംസങ്ങിൻ്റെ ഫോൾഡഡ് ഫോണിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷം രൂപയാണ് സാംസങ് X26 അൾട്രയ്ക്ക് എന്തായാലും ഫോൾഡഡ് ഫോണിന് 2 ലക്ഷം രൂപയും, അതുപോലെ X26ന് 1,80,000 രൂപയാണ് എന്നൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ മനോരമയിൽ ഏറ്റവും ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് മെസ്സി വിവാദം. 125 കോടി രൂപ മെസ്സിയെ കൊണ്ടുവരാൻ എന്തായാലും ശേഖരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ മൊത്തം സർവ്വം മായയാണ് എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ എന്തായാലും ടാക്സ് വെട്ടിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മനോരമയിലെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറും ഒപ്പിട്ട കരാറിലെ കൂടുതൽ ചട്ടലംഘനങ്ങൾ പുറത്ത് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കുറച്ച് കോലിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു നവീൻ ബാബുവിൻ്റെ. അദ്ദേഹം സൂസൈഡ് ചെയ്തത് എല്ലാവർക്കും അറിയാം. അതിന് കാരണക്കാരാരാണെന്നും എല്ലാവർക്കും അറിയാം. CPM-ലെ ഒരു ഉയർന്ന ലേഡി ആയിട്ടുള്ള ഒരു നേതാവ് തന്നെ ആയിരുന്നു. അവരുടെ പേരെന്തായാലും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. അതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ മകളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ എന്തായാലും ജോലി കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ഇന്ന് എല്ലാ പേപ്പറിലും പ്രധാനപ്പെട്ട ന്യൂസായിട്ട് കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി പേപ്പറിൽ മാത്രമേ അതില്ലാത്തുള്ളൂ. കാരണം അവരത് കൊടുക്കില്ല, അത് വേറെ കാര്യം. മുഖ്യമന്ത്രി നേരിട്ടാണ് നവീൻ ബാബുവിൻ്റെ മകളായ നിരഞ്ജനയ്ക്ക് ഈ ജോലി കൊടുത്തിരിക്കുന്നത് എന്ന രീതിയിലാണ് എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് എന്തായാലും PSC റാങ്ക് ലിസ്റ്റിൽ വന്നാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് തന്നെ അവരുടെ ജോലി എന്തായാലും കുറച്ച് സ്പീഡാക്കി. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു. പിന്നെ അടുത്ത ബിസിനസ് ന്യൂസാണ്. ആദ്യം സ്വർണം തന്നെ പറയാം. സ്വർണം മിഞ്ഞാന്ന് നല്ലൊരു വിലക്കയറ്റം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പവൻ എന്തായാലും 1,15,000 രൂപയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു ചെറിയ ഇടിവ് വന്നിട്ട് 1,12,000 ആയിട്ടുണ്ട്. ഗ്രാമിന് എന്തായാലും അപ്പോൾ ഒരു 400 രൂപയിൽ കമ്മി എന്തായാലും ആയിട്ടുണ്ടാവും.
അപ്പോൾ എന്തായാലും ഇന്ന് എന്തായാലും സ്വർണത്തിന് വില കൂടും. 11 മണിക്ക് ശേഷമാണ് കൂടുതലും കൂടുകയുള്ളൂ. അങ്ങോട്ട് സ്വർണം ഡിജിറ്റൽ ആയിട്ടുള്ളവർക്ക് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 11:30-12 മണി ടൈമിൽ വിറ്റാൽ മതി. കാരണം 3 മണിക്ക് ശേഷം മിക്കപ്പോഴും സ്വർണം ഡൗൺ ആവുകയാണ് ചെയ്യാറുള്ളത്. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. നായകനെ കാത്ത് ടാറ്റ ഗ്രൂപ്പ്. അപ്പോൾ ടാറ്റയിൽ ചന്ദ്രശേഖരൻ നായർ എന്തായാലും രാജിവെച്ച എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയത് ആരാണെന്നുള്ളത് ആരും തീരുമാനിച്ചിട്ടില്ല. രതൻ ടാറ്റ മരിച്ചതിന് ശേഷം ടാറ്റ ഗ്രൂപ്പ് എന്തായാലും താറുമാറായ പോലെ തന്നെയാണ്. അപ്പോൾ അടുത്ത ആള് ചിലപ്പോൾ വിശ്വനാഥ മേനോൻ നരേന്ദ്രനോ അല്ലെങ്കിൽ സൗരഭ് അഗർവാളോ അല്ലെങ്കിൽ ശൈലേഷ് ചന്ദ്രയോ ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരാളായിരിക്കും എന്നാണ് പറയുന്നത്. ആരാണെന്ന് എന്തായാലും അവർ തീരുമാനിച്ചിട്ടില്ല. ഇനി അവർക്കുള്ളിൽ തന്നെ ഒരു വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതിനിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ IPOന്റെ കാലമാണ്. എല്ലാവരും ഇപ്പൊ അത്യാവശ്യം IPO വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലുലുവിന്റെ IPO 2 വർഷം മുമ്പ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പൊ അത്യാവശ്യം കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും IPOയിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ IPO അടക്കം ഇപ്പൊ എന്തായാലും അടുത്ത് തന്നെ തുടങ്ങുന്ന പറയുന്നത്. അവരെന്തായാലും വലിയ എമൗണ്ട് ഒന്നും ശേഖരിക്കുന്നില്ല. വെറും 3000 കോടി മാത്രമേ ശേഖരിക്കുന്നുള്ളൂ. കാരണം ഇന്നലെ ഫെഡറൽ ബാങ്കിന്റെ മറ്റേ IPO ഉണ്ടായിരുന്നു. അവരടക്കം 32,000 കോടി രൂപ മറ്റെയാണ് അവർ ശേഖരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലും കൂടുതൽ IPO ആണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്തായാലും 3000 കോടിയുടെ IPO ആണ് തുടങ്ങുന്നത്. എന്നാ തുടങ്ങുന്നതിനുള്ള ഡേറ്റ് ഒന്നും എന്തായാലും കൊടുത്തിട്ടില്ല. പക്ഷെ എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും. സാധാരണ IPOന്റെ ഇങ്ങനെ പരസ്യം വരുന്നത് IPO തുടങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുമ്പായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ IPO സ്റ്റാർട്ട് ചെയ്യുക. മുത്തൂറ്റ് ഫിൻകോർപ്പ് നല്ലൊരു ബിസിനസ് സ്ഥാപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ എന്തായാലും ഇന്ത്യയിൽ സാധാരണ ഫൈനാൻസ് കമ്പനി ഒരു സാധാരണക്കാരന് തുടങ്ങാൻ പറ്റാറില്ല. ഒന്നുമില്ലെങ്കിൽ നിധി ലിമിറ്റഡിൽ തുടങ്ങണം. അതിന് ലൈസൻസ് ഹൈദരാബാദിൽ നിന്ന് പോയി വാങ്ങണം. ഇങ്ങനെ ഒരു രീതിയിലാണ്. കേരളത്തിലാണെങ്കിൽ ഒട്ടും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഫൈനാൻസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ മുത്തൂറ്റ് മിനിയിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫ്രാഞ്ചൈസി കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ എവിടെ ഒരു ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂടെ 13 ലക്ഷം രൂപ മറ്റേ നിങ്ങൾക്ക് ലൈസൻസിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും ലാഭത്തിലൊരു ഫൈനാൻസ് സ്ഥാപനത്തിന്റെ ലൈസൻസോടെ നിങ്ങൾക്ക് 13 ലക്ഷത്തിന് കിട്ടുക പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അതൊരു നല്ല ലാഭമുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പൊ അതിനു വേണ്ട ലോൺ സൗകര്യങ്ങളും അവർ തന്നെ ചെയ്തു തരുന്നുമുണ്ട്. ക്രൂ എന്ന ഹിന്ദി സിനിമ ഇറങ്ങിയ ശേഷം അത്യാവശ്യം എയർ ഹോസ്റ്റസ്മാരൊക്കെ ലഹരിയും സ്വർണ്ണവും ഒക്കെ നല്ല രീതിയിൽ തന്നെ കടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ എല്ലാവരും നന്നായിട്ട് പിടിക്കണമുണ്ട്. അപ്പൊ എയർ ഹോസ്റ്റസ് മാത്രമല്ല പൈലറ്റുമാരും കടത്തുന്നുണ്ടെന്ന് പറയുന്നത്. സാധാരണ പൈലറ്റുമാരെ ചെക്ക് ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി എയർ ഇന്ത്യ പൈലറ്റുമാരെ നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്തിട്ട് അവര് അകത്ത് കയറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ലഹരി പരിശോധന അവരിലും നല്ല രീതിയിൽ കൂട്ടാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ന്യൂസും കൂടി കൊടുത്തിട്ടുണ്ട്. ഫുട്ബോളിന്റെ ലോകകപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി ലോകകപ്പിന്റെ ക്രിക്കറ്റാണ്. അപ്പോൾ അതിന്റെ ടെസ്റ്റ് പരമ്പര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ശരിക്കും ടെസ്റ്റ് എന്നുള്ള രീതിയിൽ സ്പോർട്സ് ന്യൂസൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 5ാം സ്ഥാനത്താണ് ടെസ്റ്റിൽ എന്തായാലും ഇന്ത്യ നിൽക്കുന്നത്. ഫൈനൽ ഉറപ്പിക്കാൻ ഇനിയുള്ള 3 ടെസ്റ്റ് പരമ്പരകളും നിർണായകമാണ്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര നാളെ മുതൽ എന്തായാലും ആരംഭിക്കുന്നുള്ളതാണ്. ഈ ടെസ്റ്റ് കാണുക പറഞ്ഞാൽ തന്നെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. രാവിലെ തുടങ്ങിയാൽ അത് രാത്രി വരെ അത് ചിലപ്പോൾ നീണ്ടുപോയി എന്നും വരും. എനിക്ക് പേഴ്സണലി ടെസ്റ്റ് കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. വല്ലപ്പോഴും ഇങ്ങനെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കുന്നല്ലാണ്ട് അധികം ഞാൻ കാണാറുമില്ല. അങ്ങനെ ഒരു ന്യൂസാണ് എന്തായാലും സ്പോർട്സ് പേജിലുള്ളത്. ഇതൊക്കെ തന്നെയാണ് എല്ലാ ന്യൂസിനും സ്പോർട്സ് പേജ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പ്രധാന വാർത്തകളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. ക്യാമറാമാൻ ലെബിനൊപ്പം സുഹിത്.